ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റവ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതുമായൊരു ദോശയാണ്. റവ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരല്പം കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടും കട്ട കെട്ടാതെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം റവ ആയതുകൊണ്ട് ഒന്ന് കുതിർന്ന് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഈ സമയം നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കലക്കി വെച്ച മാവൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന് അറിയാലോ. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ലൂസായ മാവാണ് നമുക്ക് കിട്ടേണ്ടത്. കോരി ഒഴിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പുണ്ടോയെന്ന് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് കോരി ഒഴിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രം എടുത്ത് കോരി ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല ചൂടായിരിക്കുന്ന സമയത്ത് വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കിതുപോലെ നെറ്റ് പോലെയാണ് കിട്ടുക. ഈ വലിയ വലിയ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെറിയ ഗ്യാപ്പുകളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തൂവി കൊടുക്കാം. മീഡിയത്തിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് വേണം ഫ്ലെയിം വെക്കാൻ. എന്നിട്ട് തന്നെ ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതിങ്ങനെ മൊരിഞ്ഞ് കിട്ടാനായിട്ട്. ഞാനിവിടെ ഈ ദോശ മറിച്ചിട്ട് കൊടുക്കുന്നില്ല, ഒന്നിങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒഴിച്ച ഉടനെ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും ഇതെടുക്കാൻ ശ്രമിക്കരുത്. അപ്പം നന്നായി ഒട്ടി പിടിച്ചിട്ടുള്ള പോലെയാണ് തോന്നുള്ളൂ. ഇനി ബാക്കി ദോശകളും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ദോശ പോലെ തന്നെ നമുക്കിത് ചട്നി ഉപയോഗിച്ചോ ചമ്മന്തി ഉപയോഗിച്ചോ സാമ്പാർ ഉപയോഗിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ്. മസാല ദോശ നെയ് റോസ്റ്റൊക്കെ പോലെ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൊരിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.